അത് ഗൗരവമുള്ള ഒരു വിഷയമാണ്. പല ആളുകൾക്കും അബദ്ധം സംഭവിക്കുന്ന ഒരു കാര്യമാണ്. വാലം, നീ മനസ്സിലാക്കണം, അതായത് സ്വന്തത്തെ മുഹാസബത്ത് ചെയ്യുന്നതിൽ എതിരായിക്കൊണ്ട് ആളുകൾ സ്വന്തത്തിൽ അത്ഭുതം കൂറുന്നതിൽ പെട്ട പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. വാലം, നീ മനസ്സിലാക്കുക, അന്ന തഈറക ലി അഖീക ബിദംബിഹി അഅ്ളമു ഇസ്മൻ മിൻ ദംബിഹി. നീ നിന്റെ ഒരു സഹോദരനെ അവൻ ചെയ്ത തെറ്റിന്റെ മേലെ, പാപത്തിന്റെ മേലെ വഷളാക്കുക, പരിഹസിക്കുക എന്നുള്ളത് അഅ്ളമു ഇസ്മൻ മിൻ ദംബിഹി, അവൻ ചെയ്ത പാപത്തിനേക്കാൾ കൂടുതൽ തെറ്റായിട്ടുള്ള കാര്യമാണ്. ഒരാൾ ഒരു തെറ്റ് ചെയ്തു, ആ തെറ്റിന്റെ മേലെ അവനെ വഷളാക്കുക, പരിഹസിക്കുക എന്നുള്ളത് അവൻ ചെയ്ത തെറ്റിനേക്കാൾ കൂടുതൽ ഗൗരവമായിട്ടുള്ള ഒരു തെറ്റാണ്. വഅശദ്ദു മിൻ മഅസിയതിഹി, അവന്റെ പാപത്തിനേക്കാൾ ഗൗരവമുള്ള കാര്യമാണ്. ലിമാ ഫീഹി മിൻ സൗലത്തി ത്വാഅ, കാരണം നീ അവനെ കളിയാക്കുമ്പോ നിന്റെ ഉള്ളിലുള്ള ചിന്ത എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നീ കുറെ അനുസരണം, അള്ളാഹിനെ അനുസരിക്കുന്ന ആളാണ് എന്നുള്ളതാണ്. വതസ്കിയത്തിൻ നഫ്സ്, നീ സ്വന്തത്തിൽ നല്ല ആളാണെന്നുള്ള ബോധമാണ്. വശുക്രിഹ, നീ അള്ളാഹുവിനോട് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്, അങ്ങനെ ചെയ്യുന്ന ആളാണ്. വൽമുനാദാത്തി അലൈഹാ ബിൽ ബറാഅത്തി മിനദ് ദംബ്, അതിലൂടെ നീ വിളിച്ചു പറയുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നീ പാപത്തിൽ നിന്നൊക്കെ ഒഴിവാണ് എന്നുള്ളതാണ്. അതായത് വേറെ ആൾ ചെയ്ത പാപത്തിനെ കളിയാക്കുമ്പോ അതിന്റെ എന്താണ്, നീ കുറെ ചെയ്തിട്ടുണ്ട്, നീ നല്ല ആളാണ്, നീ ആ പാപത്തിലൊന്നും വീഴാത്ത ആളാണ് എന്ന നിലക്കുള്ള ഒരു ബോധമാണ് നിനക്കത് ചെയ്യാനുള്ള പ്രേരണ. എന്നിട്ട് പറയാണ് നിന്റെ സഹോദരൻ, ആ തെറ്റ് സംഭവിച്ചു പോയിട്ടുള്ള ആ സഹോദരൻ, അവന്റെ പാപം കൊണ്ട് അവൻ പൊട്ടി തകർന്നിട്ടുണ്ടാകും. അവന്റെ ആ പൊട്ടിത്തകരൽ, അതുപോലെ തന്നെ ആ പൊട്ടിത്തകരൽ സംഭവിച്ചിട്ടുണ്ടാകും അവന് അള്ളാഹുവിന്റെ മുമ്പിൽ. അതുപോലെ തന്നെ ആ പാപം കാരണത്താൽ അള്ളാഹുവിന്റെ മുമ്പിൽ അങ്ങേയറ്റ താഴ്മയും വിധേയത്വം അവന് സംഭവിച്ചിട്ടുണ്ടാകും. വൽ ഇസ്റാഇ അലാ നഫ്സിഹി, സ്വന്തത്തിന്റെ കുറവുകൾ, നഖ്സുകൾ അവന് ബോധ്യപ്പെട്ടിട്ടുണ്ടാകും. വതഖല്ലുസ് മിൻ മറളിദ് ദഅവ, ആ പാപം സംഭവിച്ചതിലൂടെ അവൻ നല്ല ആളാന്നുള്ള വാദിക്കുന്നതിൽ നിന്നൊക്കെ, അങ്ങനെയുള്ള രോഗത്തിൽ നിന്നൊക്കെ അവൻ ഒഴിവായിട്ടുണ്ടാകും. വൽ കിബ്രി വൽ ഉജ്ബ്, അഹങ്കാരത്തിൽ നിന്നും സ്വന്തത്തിൽ അത്ഭുതം കൂറുന്നതിന് അവൻ ഒഴിവായിട്ടുണ്ടാകും. والإزراع على نفسه وتخلص من مرض الدعوى والكبر والعجب ووقوفه بين يدي الله ناكس الرأس, അതുപോലെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ മുമ്പിൽ അവൻ തല താഴ്ത്തിക്കൊണ്ട്, അല്ലെങ്കിൽ അവൻ പാപം ചെയ്തല്ലോ എന്ന നിലക്ക് അവൻ നിന്നിട്ടുണ്ടാകും. ആ നൃത്തം ഖാശി അത്വർഫ്, അവന്റെ എല്ലാ രീതിയിലും അവൻ താഴ്മ കാണിച്ചു നിൽക്കുന്ന അവസ്ഥ. മുൻകസിർ അൽ ഖൽബ്, അവൻ തകർന്നു പോയ ഹൃദയത്തോടുകൂടി അള്ളാഹിനോട് നിന്നത്. അൻഫഉ ലഹു, അതായിരിക്കും അവൻ ഏറ്റവും ഉപകാരപ്പെട്ടുണ്ടാവുക. അതായത് ഒരാൾ, നിന്റെ സഹോദരൻ, ഇപ്പൊ നീ ഒരാളെ കളിയാക്കുകയാണ്, പക്ഷെ ആ സഹോദരന് ആ പാപം ചെയ്തത് കാരണത്താൽ അവൻ അള്ളാഹിന് മുമ്പിൽ പൊട്ടിത്തകർന്ന്, അവൻ അള്ളാഹിന് മുമ്പിൽ കൂടുതൽ താഴ്മ കാണിച്ച്, വിധേയത്വം കാണിച്ച്, അവൻ എല്ലാ ഉജ്ബും കിബറൊന്നും ഇല്ലാതെ ഞാൻ ഒന്നുമില്ലാത്തവനാണ് എന്ന നിലക്ക് പൊട്ടിത്തകർന്നത് അവന് ഏറ്റവും ഉപകാരപ്രദമായിരിക്കും. വഖൈറുൻ ലഹു മിൻ സൗലതി തഅതിക്, നീ അള്ളാഹുവിനെ അനുസരിച്ച് കൂട്ടിയതിനേക്കാളും ഖൈറായത് അവൻ അതായിരിക്കും. നീ അള്ളാഹുവിനെ അനുസരിച്ച് കൂട്ടിയതിനേക്കാളും ഖൈർ ഒരു പക്ഷേ അവൻ ചെയ്ത പാപം കാരണത്താൽ അവൻ പൊട്ടിത്തകർന്നതായിരിക്കും. നീ ചെയ്ത കർമ്മങ്ങൾ കാരണത്താൽ നീ പെരുമ കൊള്ളുന്നതിനേക്കാളും, വലിയ ഇഅ്തിദാദു ബിഹാ, അത് നീ എണ്ണി പറയുന്നതിനേക്കാളും, വലിയ ഇഅ്തിദാദു ബിഹാ വൽ മിന്നത്തി അലല്ലാഹി തആല വ ഖൽഖിഹി ബിഹാ, അള്ളാഹുവിന് ഞാൻ ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്തു, അത് മറ്റുള്ള ആളുകളെക്കാൾ ഞാൻ ഇന്ന ചെയ്യുന്ന ആളാണ് എന്ന് നിന്റെ തോന്നലിനേക്കാൾ എല്ലാം അഫ്ളലും ഖൈറും ഏതായിരിക്കും? ഉപകാരപ്രദമായതും അവനാ പൊട്ടിത്തകർന്ന കാര്യമായിരിക്കും. ഇത് സൂക്ഷിക്കേണ്ട ഒരു കാര്യമാണ്. ചില ആളുകൾ അവരുടെ ജീവിതത്തിൽ സംഭവിച്ച ഒരു അബദ്ധം അല്ലെങ്കിൽ പാപം, അവന്റെ കാര്യമാണ്, അവൻ അള്ളാഹുമായിട്ടുള്ള കാര്യമാണ്. അവൻ തൗബ ചെയ്ത് മടങ്ങിയിട്ടുണ്ടെങ്കിൽ, അവൻ നല്ല രീതിയിൽ മാറിയിട്ടുണ്ടെങ്കിൽ അതും പറഞ്ഞുകൊണ്ട് പിന്നെ അവനെ വഷളാക്കുക, അല്ലെങ്കിൽ അത് പറഞ്ഞുകൊണ്ട് അവനെ പരിഹസിക്കുക, അത് ആളുകളോട് പറഞ്ഞു നടക്കുക എന്നുള്ളത് അവൻ ആ തെറ്റ് ചെയ്തതിനേക്കാൾ ഗൗരവമുള്ള കാര്യമാണ്. ചില സൽഫുകൾ പറഞ്ഞു കാണാം, ഒരടിമ തൗബ ചെയ്ത് മടങ്ങിയ പാപത്തെ സംബന്ധിച്ച് പിന്നെ അവനെ ഈ രീതിയിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പറഞ്ഞവന് മരിക്കുന്നതിന് മുമ്പ് ആ പാപം കൊണ്ട് പരീക്ഷിക്കപ്പെടുന്ന അവസ്ഥ ഉണ്ടാകും എന്നുള്ളത് അത്ര ഗൗരവമുള്ള ഒരു കാര്യമാണ്. ഇത് സ്വന്തത്തെ മുഹാസബത്ത് ചെയ്യാത്തത് കൊണ്ടും സ്വന്തത്തെക്കുറിച്ച് നല്ലത് ചിന്തിക്കുന്നത് കൊണ്ടും ആളുകൾക്ക് സംഭവിക്കുന്നത്. ധാരാളം ആളുകൾക്ക് ഉണ്ടാവും. നമ്മളൊന്ന് പരിശോധിച്ചാൽ മതി. നമ്മൾ കുഴപ്പമില്ല, നല്ല ആളുകളാണ്. ഇത് ആർക്കുണ്ടാവുക അറിയോ? ദീനിയായിട്ട് ഒന്നുകൂടിയും ജീവിക്കുന്ന ആളുകൾക്ക് ഉണ്ടാവുക.
ദീനിനെ കൂടുതൽ ഗൗരവത്തിൽ എടുക്കുന്ന, പഠിക്കുന്ന, പഠിപ്പിക്കുന്ന, ആ നിലയിൽ മുന്നേറുന്ന ആളുകൾക്കാണ് കൂടുതൽ ഇതുപോലെയുള്ള രോഗങ്ങൾ ഖൽബിനെ ബാധിക്കുക. എന്നിട്ട് പറയാണ് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ്, ഫമാ അഖ്റബ ഹാദൽ ആസി മിൻ റഹ്മത്തില്ലാഹ്, ആ പാപം ചെയ്തവൻ അള്ളാഹുവിന്റെ കാരുണ്യത്തിലേക്ക് എത്ര അടുത്തവനാണ്. വമാ അഖ്റബ ഹാദൽ മുദില്ല മിൻ മഖ്തില്ലാഹ്, ഈ മുദിൽ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൽ നിന്ന് കിട്ടാൻ യോഗ്യനാണ്, അള്ളാഹുവിൽ നിന്ന് അവന്റെ അനുഗ്രഹങ്ങളും അവന്റെ പ്രതിഫലവും കിട്ടാൻ യോഗ്യനാണ് എന്ന് സ്വന്തത്തിൽ വിശ്വസിക്കുന്ന ഒരാള്, ഞാൻ ചെയ്തതുകൊണ്ട് എനിക്ക് കിട്ടും എന്ന് വിചാരിക്കുന്ന ആൾ, അതിനെ മുദിൽ എന്ന് പറയാം. അവൻ അള്ളാഹുവിന്റെ കോപത്തിന് എത്ര അർഹനാണ് എന്ന് പറയാണ്. അത് തെറ്റ് ചെയ്തോണ്ട് അവൻ ചിലപ്പോ രക്ഷപ്പെടും, ഇവൻ ഈ ചിന്ത വെച്ചതുകൊണ്ട് അവൻ ചിലപ്പോൾ നശിച്ചു പോകും ചെയ്യും. ഫദംബുൻ തദില്ലു ബിഹി ലദൈഹി അഹബ്ബു ഇലൈഹി മിൻ ത്വാഅത്തിൻ തുദില്ലു ബിഹാ അലൈഹി, അള്ളാഹുവിന്റെ അടുക്കൽ നിന്നെ താഴ്മയുള്ളവനാക്കുന്ന പാപമാണ് അള്ളാഹുവിന്റെ മുമ്പിൽ നീ യോഗ്യനാണ് എന്ന് കാണിക്കുന്ന, അല്ലെങ്കിൽ എനിക്ക് ഇന്നത് കിട്ടാൻ ഞാൻ യോഗ്യതയുള്ളവനാണ് എന്ന് നീ ആകുന്നതിനേക്കാൾ അള്ളാഹുവിന് ഇഷ്ടമുള്ള കാര്യം. പാപം ചെയ്യണം എന്നല്ല ഇതിന്റെ അർത്ഥം, പക്ഷെ ഉദ്ദേശം എന്താണ്? നന്മ ചെയ്തിട്ട് ഞാൻ എല്ലാം തികഞ്ഞവനാണ് എന്നുള്ള തോന്നൽ ഉണ്ടാകാൻ പാടില്ല. എന്നിട്ട് പറയാണ്, വഇന്നക അൻ തബീത നാഇമൻ വതുസ്ബിഹ നാദിമ, നീ രാത്രി ഉറങ്ങിപ്പോയിട്ട് രാവിലെ എഴുന്നേൽക്കുകയാണ്, രാത്രി നിസ്കരിക്കാൻ സാധിച്ചില്ലല്ലോ എന്നുള്ള നിരാശയിൽ, ഖേദത്തിൽ രാവിലെ എഴുന്നേൽക്കുകയാണ്. അതാണ് ഖൈറും മിൻ അൻ തബീത ഖായിമ വതുസ്ബിഹ മുഅ്ജബ, നീ രാത്രി നിന്ന് നിസ്കരിച്ചിട്ട് രാവിലെ ഉജുബോടുകൂടി ഞാൻ ഇങ്ങനെ നിസ്കരിച്ചവനാണല്ലോ എന്ന ഉജുബോടുകൂടി എഴുന്നേൽക്കുന്നവനേക്കാൾ ഖൈറായിട്ടുള്ളത് അതാണ്. അതായത് ഗൗരവം പറയാണ്, ഉജുബിന്റെ ഗൗരവം പറയാണ്. ഫൈനൽ മുഅ്ജബ ലാ യസ്അദു ലഹു അമലുൻ, ഈ ഉജുബ് സംഭവിക്കപ്പെട്ട ഒരാൾ, ഉജുബ് സംഭവിച്ചിട്ടുള്ള ഒരാൾ അവന്റെ അമല് ഉയരുകയില്ല, അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഉയരുകയില്ല. വഇന്നക അൻ തദ്ഹക വഅൻത മുഅ്തരിഫുൻ, നീ പാപം ചെയ്ത് അത് അംഗീകരിച്ച് ഇഅ്തിറാഫ് ദംബ് അല്ലാഹ് പറ്റിപ്പോയി എന്ന് പറഞ്ഞിട്ട് ചിരിക്കുന്നതാണ്. ഖൈറും മിൻ അൻ തബ്കിയ വഅൻത മുദില്ലുൻ, നീ സ്വന്തത്തിൽ വിചാരിക്കുകയാണ് ഞാൻ അള്ളാഹുവിന്റെ ഇതൊക്കെ കിട്ടാന് യോഗ്യനാണ് എന്ന നിലക്ക് നീ കരയുന്നതിനേക്കാൾ നല്ലത് അതാണ്. അതായത് പാപം ചെയ്തവൻ ചിരിക്കുക എന്നുള്ളത് യോജിച്ചതല്ല, പക്ഷെ പാപം ചെയ്ത് ഞാൻ പാപം ചെയ്ത് പറ്റിപ്പോയി എന്ന് അംഗീകരിച്ചുകൊണ്ട് അങ്ങനെയുള്ള ഒരാൾ ചിരിക്കലാണ്. നീ അള്ളാഹിനെ അനുസരിച്ച് ഞാൻ അള്ളാഹിനെ നിന്ന് കിട്ടാൻ യോഗ്യനാണ്, എല്ലാം തികഞ്ഞവനാണ് എന്നതിൽ നീ അള്ളാഹുവിനെ ഓർത്ത് കരയുന്നതിനേക്കാൾ നല്ലത് അതാണ്. ആ താരതമ്യം മനസ്സിലാക്കണം. ഒരിക്കലും അള്ളാഹിനെ അനുസരിക്കുന്നവനെ, സൽക്കർമ്മം ചെയ്യുന്നവനെ താഴ്ത്തിക്കെട്ടാന്നല്ലത് പറയുന്നത്, ഉജുബിന്റെ ഗൗരവത്തെ അറിയിക്കാനാണ്. എന്നിട്ട് പറയാണ്, വഅനീനുൽ മുദ്നിബീന അഹബ്ബു ഇലൈഹി മിൻ സജലിൽ മുസബ്ബിഹീനൽ മുദില്ലീൻ, പാപം ചെയ്തിട്ട് വിങ്ങിപ്പൊട്ടി കരയുന്നവന്റെ ആ കരച്ചലിന്റെ ശബ്ദമുണ്ടല്ലോ, അതാണ് അള്ളാഹുവിന് ഇഷ്ടം. സ്വന്തത്തിലെല്ലാം തികഞ്ഞവനാണ്, യോഗ്യനാണ് എന്ന നിലക്ക് ഉറക്കെ തസ്ബീഹ് ചൊല്ലുന്ന ശബ്ദത്തേക്കാൾ അള്ളാഹുവിന് ഇഷ്ടം ആ കരയുന്നവന്റെ ആ കരച്ചലിന്റെ ശബ്ദമാണ്. വലഅല്ല അല്ലാഹ അസ്ഖാഹു ബിഹാദ ദംബ് ദവാഅൻ ഇസ്തഖ്റജ ബിഹി ദാഅൻ ഖാതിലൻ ഹുവ ഫീക വലാ തശ്അർ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു പാപം അത് എന്തായിരിക്കാം, നിന്നിൽ നീ അറിയാതെ പോകുന്ന, അഥവാ നീ ഒരിക്കലും മനസ്സിലാകാതെ നിന്നിൽ സംഭവിച്ചിട്ടുള്ള, നിന്നെ ഇല്ലാതാക്കാൻ മാത്രം ശക്തിയുള്ള ഒരു അപകടത്തിൽ നിന്ന് ശിഫയായിട്ട് ചിലപ്പോൾ എന്ത് മാറാം, ആ പാപം മാറി തീരാം. അതായത് ചില പാപങ്ങൾ സംഭവിക്കുമ്പോൾ നമ്മൾ അറിയില്ല, നമുക്ക് ഉജുബുണ്ട്, അല്ലെങ്കിൽ നമുക്ക് എന്താണ് പറയുക, പിന്നെ ഈ നിലക്ക് മുദില്ലാണ്, ഞാൻ എല്ലാം തികഞ്ഞവനാണ് തോന്നലുണ്ട്, നമ്മൾ മനസ്സിലാക്കൂല. കാരണം നമ്മൾ ലാഹിറായ പാപങ്ങളൊന്നും ചെയ്യണ്ടാവില്ല. അങ്ങനെയുള്ള സന്ദർഭത്തിൽ ഒരു പാപം നിനക്ക് സംഭവിക്കുക, അല്ലെങ്കിൽ അതിനുള്ള ഒരു അവസരം അല്ലാഹു സുബ്ഹാനഹു വ തആല നിനക്ക് കിട്ടുക എന്ന് വിചാരിക്കുക. അതൊരു പക്ഷേ നിനക്ക് എന്തായിരിക്കും, അസ്ഖാഹു ബിഹാദം ദവാഅൻ, അത് നിനക്കൊരു മരുന്നായിരിക്കും. എന്തിന്? ഇസ്തഖ്റജ ബിഹി ദാഅൻ ഖാതിലൻ ഹുവ ഫീക വലാ തശ്ഉർ, നീ മനസ്സിലാക്കാതെ നീ അറിയാതെ പോയിട്ടുള്ള മാരകമായ ഒരു രോഗത്തെ നിന്നിൽ നിന്ന് പുറത്താക്കാനുള്ള ഒരു കാര്യമായിരിക്കും, ഒരു മരുന്നായിരിക്കും ചിലപ്പോ ആ പാപം എന്നുള്ളത് പറയാണ്. അതായത് ചില സന്ദർഭത്തിൽ, എപ്പോഴുമല്ല, ചില സന്ദർഭത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ചില ആളുകൾക്ക് പാപം ചെയ്യാനുള്ള അവസരങ്ങൾ ഇട്ടുകൊടുക്കുന്ന അവസ്ഥ ഉണ്ടാകും. എന്തിനു വേണ്ടിയിട്ടാണ്? അവന് ഉജുബുണ്ടാവരുത്, അതിന് അവൻ രക്ഷപ്പെടണം, അതിന് ഒഴിവാകണം. അതിന് ആ പാപം ചെയ്യുമ്പോഴായിരിക്കും അവന് മനസ്സിലാവും, ഞാൻ അള്ളാഹിന്റെ തൗഫീഖ് ഇല്ലെങ്കിൽ എനിക്ക് നന്മ ചെയ്യാൻ പറ്റില്ല, ഞാൻ പാപം സംഭവിച്ചു പോയനാണ്, ഞാൻ യോഗ്യനല്ല എന്ന നിലക്ക് കൂടുതൽ അള്ളാഹുവിന് മുമ്പിൽ പൊട്ടിത്തകർന്ന് ഇസ്തിഗ്ഫാറും തൗബയും ചെയ്ത് മടങ്ങുന്ന അവസ്ഥയിൽ അവനാവുക.
എന്ന്. അപ്പോൾ മുഹാസബത്ത് എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു മൻസിലത്താണ്, സ്വന്തത്തെ വിചാരണ ചെയ്യുക എന്നുള്ളത്. അതിന്റെ ആകത്തുക നമ്മൾ അള്ളാഹുവിനോടുള്ള കടമകൾ വീട്ടുന്നതിൽ എവിടെയും എത്തിയിട്ടില്ല. ആരെയും കണ്ടിട്ട് അവന്റെ പാപം കണ്ടില്ലേ, ഇവന്റെ പാപം കണ്ടില്ലേ, അവനേക്കാൾ നല്ലവനാണല്ലോ ഞാൻ, അവനേക്കാൾ കൊള്ളാവുന്നവനാണല്ലോ ഞാൻ എന്ന് വിചാരിച്ച് നടക്കണ്ട. ഒരു പക്ഷേ അതവന് ഹൈറായിത്തീരുന്ന അവസ്ഥ ഉണ്ടാവും, ഉപകരിക്കുന്ന അവസ്ഥ ഉണ്ടാകും. നീ ചെയ്യുന്ന അനുസരണത്തെക്കാൾ അവന്റെ പാപമായിരിക്കും ചിലപ്പോൾ അവന് ഉപകരിക്കുന്ന അവസ്ഥ ഉണ്ടാവുക. കാരണം എന്താണ്? നിനക്ക് ഉജുബ് സംഭവിച്ചുകൊണ്ട്. അപ്പൊ സ്വന്തത്തിൽ എപ്പോഴും മുഹാസബത്ത് ഉണ്ടായിരിക്കണം. അത് എപ്പോഴും ഉണ്ടായിരിക്കേണ്ട ഒരു മൻസിലത്താണ് എന്നുള്ളത് ഓർമ്മിപ്പിച്ചതാണ്. പ്രത്യേകിച്ചും നാം ഓരോരുത്തരും ഗൗരവത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഉജുബ് എന്നുള്ളത്. ഗൗരവത്തിൽ. കാരണം നല്ല ദീനിയായി ജീവിക്കുന്ന ലാഹിറായിക്കൊണ്ട് നല്ല ദീനിയായി ജീവിക്കുന്ന ആളുകൾക്ക് രോഗം വരിക. പാപം ചെയ്യുന്ന ആളുകൾക്ക് ഉജുബ് വരേണ്ട ആവശ്യമില്ലല്ലോ. അള്ളാഹിനെ അനുസരിക്കുന്ന ആളുകൾക്കാണ് എന്ത് വരിക? ഉജുബ് വരിക. അപ്പൊ ഗൗരവത്തിൽ നമ്മൾ സ്വന്തത്തെ വിചാരണ എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കണം. വിചാരണ ചെയ്യാന്ന് പറഞ്ഞാൽ ഞാൻ എത്ര പാപം ചെയ്തു എന്നുള്ളത് മാത്രമല്ല, അതാണ് ഇതുകൊണ്ട് അറിയിക്കുന്നത്. നാം ചെയ്ത കർമ്മങ്ങളിൽ, സൽക്കർമ്മങ്ങളിൽ കുറവ് വരുന്നുണ്ടോ, അല്ലെങ്കിൽ അതിൽ ഉജുബ് കടന്നുകൂടുന്നുണ്ടോ എന്ന നിലക്ക് കൂടി പരിശോധന വേണം. അത് മുഹാസബത്തിന്റെ പ്രധാനപ്പെട്ട ഭാഗമാണ്. ഇത്രയുമാണ് ഇബ്നുൽ ഖയ്യിം ഈ ഒരു മൻസിലത്തിൽ പറഞ്ഞിട്ടുള്ളത്. അടുത്തത് മൻസിലത്തു തൗബ. അത് വിശാലമായി ഇബ്നുൽ ഖയ്യിം വിശദീകരിച്ചിട്ടുണ്ട്. കാരണം ആ മാറ്റത്തിന്റെ പ്രധാന കവാടമാണ് തൗബ എന്നുള്ളത്. അത് വളരെ വിശാലമായി തൗബയുടെ എല്ലാ ഭാഗങ്ങളും ചർച്ച ചെയ്തിട്ട് ഇതിൽ വിശദീകരിക്കുന്നുണ്ട്. നമുക്ക് അടുത്ത ദർസിൽ വായിക്കാം.